നമസ്കാരം ശ്രീലെ, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ കൃഷ്ണൻ. ശ്രീലെ, രാഷ്ട്രീയ സ്വയംസേവക സംഘം അറിയാം 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നിരോധനം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് ശ്രീലേക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? പ്രശാന്ത്, നിലവിൽ RSSന് യാതൊരു തരത്തിലുള്ള വിലക്കും ഏർപ്പെടുത്തിയ സംഘടനയല്ല. ഒരു സാമൂഹ്യ സന്നദ്ധ സേവന സംഘടന എന്ന രീതിയിൽ ഏറ്റവും ഫലപ്രദമായി യാതൊരു തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങളുമില്ലാതെ പൊതുസമൂഹത്തിൽ കൃത്യമായി ഓഡിറ്റബിളായി, അതായത് സമൂഹത്തിന് കാണാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസമാണ് മീഡിയ വണ്ണിന്റെ പ്രമോദ് രാമൻ വളരെ തമാശയായിട്ട്, ഒരുപക്ഷെ നമുക്ക് തമാശയായി തോന്നാവുന്ന വളരെ ഗൗരവം വന്ന് അയാൾക്ക് തോന്നിയ ഒരു പ്രസ്താവന നടത്തിയത് RSSന്റെ അധികാരികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാണ് അയാളുടെ പ്രസ്താവന. ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നതാണ് പ്രസ്താവന. RSSന്റെ പ്രവർത്തകർ ആരൊക്കെയാണെന്നും അതിന്റെ RSSനെ ലീഡ് ചെയ്യുന്ന ആരാണെന്നും അറിയണമെങ്കിൽ RSS എന്ന് പറഞ്ഞ സംഘടനയുടെ ഭാഗമാകണം. അതായത് RSSന്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ RSSന്റെ ലീഡ് ചെയ്യുന്ന ആൾക്കാരെ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ അറിയില്ല, സ്ഥാനം വഹിക്കുന്നവരെ അറിയില്ല എന്ന് പറയുമ്പോൾ അവരാരും സ്ഥാനമോഹികളും അവരാരും എനിക്ക് ഇന്ന സ്ഥാനമുണ്ട് എന്ന സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് വന്ന് പൊതുപ്രവർത്തനം നടത്തുന്നവരുമല്ല. മോഹൻ ഭാഗവതിനെ എല്ലാവരും അറിയും, അറിയാത്ത ആളല്ലല്ലോ. മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവരെ അറിയാത്തതല്ല. ദത്താത്രേയ ഹസബാളെ എല്ലാവരും അറിയും. അപ്പൊ ഈ അറിയില്ല എന്ന് പറയുന്നത് കേരളത്തിലെ പ്രചാരകന്മാരെയും ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരെയും പ്രാന്ത പ്രചാരകൻ ഉൾപ്പെടെ എല്ലാവരും അറിയും. അപ്പൊ അറിയില്ല എന്ന് പറയുന്നത് ഒരു അതായത് കർണാടകയിലെ കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണം എന്നത് സംബന്ധിച്ചുള്ള ഒരു തർക്കം വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അയാൾ മുൻപോട്ട് വെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു അല്പം ഫ്ലേവർ കൂടി ചേർത്തേക്കാമെന്ന് കരുതിയാണെന്ന് തോന്നുന്നു പ്രമോദ് രാഘവൻ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും RSS എന്ന് പറയുന്ന സംഘടന നിരോധിത സംഘടനയല്ല. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് എല്ലാവരും RSS പ്രവർത്തകരായിരുന്നു എന്നത് നമ്മൾ വിസ്മരിക്കരുത്. അപ്പോൾ RSSന് എന്തുകൊണ്ടാണ് പ്രശാന്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ചോദ്യത്തിന് കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം RSSന്റെ സത്സംഗചാലക് ബഹുമാനപ്പെട്ട ശ്രീ മോഹൻ ഭാഗവത് കേരളത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ആ ഒരു ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിലാണ് അദ്ദേഹം സംസാരിച്ചത്. ആ പരിപാടിയിൽ നമ്മുടെ കേരളത്തിലെ 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ, കേരള സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, മലയാളം സർവകലാശാല, ഈ 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ അദ്ദേഹത്തെ ശ്രമിക്കാൻ, അദ്ദേഹത്തിനോട് സംവദിക്കാൻ അവിടെ പോയിരുന്നു. ആ ചോദ്യോത്തരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, സംശയ നിവാരണയൊക്കെ ഉണ്ടായിരുന്നു. ക്ഷണിക്കപ്പെട്ട ചില മാധ്യമ പ്രവർത്തകരും അതിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇരിക്കട്ടെ. പക്ഷേ ഈ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ, അതിന്റെ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, ഇവരെല്ലാവരും ഉറഞ്ഞു തുള്ളുകയാണ്. അതായത് ഈ 3 വൈസ് ചാൻസലർമാർ എന്തോ ഘോര പാപം ചെയ്തിരിക്കുന്നു, എന്തോ ഒരു വലിയ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നു. ഈ 3 പേരും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് വലിയ ഒരു തെറ്റായി പോയി. ഇങ്ങനെയൊക്കെയാണ് ഈ നേതാക്കൾ, അത് മുഖ്യമന്ത്രി മുതൽ ഇങ്ങനെ പ്രതിപക്ഷ നേതാവും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ളവർ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, RSSന്, അതായത് എന്റെ അറിവിൽ RSSന് ഏതെങ്കിലും തരത്തിലുള്ള നിരോധനം RSSന് ഏർപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇവരെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദയവായി ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സിംപ്ലി ഒരു ഉത്തരം നോക്കിയാൽ 100 വർഷമായി RSSും 100 വർഷമായി CPMഉം ഇന്ത്യയിൽ പ്രവർത്തിക്കുകയാണ്. RSSന്റെ അവസ്ഥ എന്താണ്, CPMന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. അപ്പോ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായി വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ BJPയും RSSും ഒക്കെ ഇവിടെ വളർന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ CPMന് പ്രസക്തി നഷ്ടപ്പെടും എന്ന തിരിച്ചറിവാണ് ഇതിന്റെ പിന്നിൽ, അല്ലാതെ ഇതിന്റെ പിന്നിൽ മറ്റൊന്നുമില്ല എന്ന് അവർക്കും അറിയാം. എന്നോട് തന്നെ CPMന്റെ തന്നെ മന്ത്രിയായിരുന്ന ചിലർ BJPയെ കുറിച്ച്, നരേന്ദ്രമോദിയെ കുറിച്ച്, അതുപോലെ തന്നെ RSSന്റെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് ഒക്കെ അത്ഭുതത്തോടെ സംസാരിച്ചിട്ടുള്ള ചില മന്ത്രിമാർ വരെ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിമാരാണ് ഉണ്ട്.
അതായത് RSSന്റെ സംഘടനാ സംവിധാനത്തെ പറ്റി, അവരുടെ കേഡർ സംവിധാനങ്ങളെ പറ്റി, അതായത് ഒരു രജിസ്ട്രേഷൻ പോലും ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയ്ക്ക് എങ്ങനെ ഇങ്ങനെ ജനങ്ങളെ കേഡർ ഒരു പിളർപ്പുമില്ലാതെ 100 വർഷമായി ഒരു പിളർപ്പുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ പറ്റി കേരളത്തിലെ ജനങ്ങൾ കൂടി, അതായത് ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച ഇടത് നറേറ്റീവുകൾ ഓരോ കോട്ടകളായി പൊളിയുകയാണ്. നമ്മൾ പശ്ചിമ ബംഗാളിൽ അത് കണ്ടു, ത്രിപുരയിൽ അത് കണ്ടു, ഇനി പൊളിയാൻ പോകുന്നത് കേരളത്തിലാണ്. കേരളത്തിലും ഇതിന്റെ കണ്ണികൾ പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു, കോട്ടകൾ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ കേരളത്തിലേക്ക് ഇത്തരം ആൾക്കാർ വരികയും പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് RSSുമായി ബന്ധമുള്ളവരെക്കാൾ കൂടുതൽ RSSന് പുറത്ത് RSSനെ കുറിച്ച് വിമർശനം ഉന്നയിക്കുകയും RSSനെ കുറിച്ച് മറുനാടൻ ഷാജനെ വിളിച്ചിരുന്നു ആ പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറുനാടൻ ഷാജൻ നേരത്തെ ഒരു ആരോപണം RSSനെ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആരോപണം ഉയർത്തിക്കൊണ്ടിരുന്ന RSSനെ കുറിച്ച് അറിയാത്ത ആൾക്കാരെ കൂടി അതിന്റെ ഭാഗമാക്കി എന്താണ് RSS എന്ന് മനസ്സിലാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ വി സിമാർ അദ്ദേഹത്തെ കാണുന്നതിൽ എന്താണ് തെറ്റ്? RSS നിരോധിക്കപ്പെട്ട സംഘടനയല്ല, നേതാക്കന്മാർ നിരോധിക്കപ്പെട്ടവരല്ല, ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളല്ല. അദ്ദേഹം അതായത് ഒരു ഹോൾ എടുത്ത് ആ ഹോളിനുള്ളിലാണ് പ്രസംഗിച്ചത്. ഇവിടെ മദനിയെ കാണാൻ പോകാൻ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, മദനിക്ക് വേണ്ടി പ്രമേയം പാസ്സാക്കാൻ ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയം എന്നതിന് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് തന്നെയാണ്. അതിനെ കാര്യമാക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയൊക്കെ എതിർത്തിട്ടും VCമാർ പോയില്ലേ കാണാൻ? VCമാർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞത് VD സതീശനാണ്. VD സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് നേരത്തെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് MR അജിത് കുമാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മോഹൻ ദത്താത്രേയ ഹസബോളയെ കാണാൻ പോയിരുന്നില്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയപരമായ ഒരു നീക്കമാണ് ഇതിനെ തടയാൻ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് RSS കൂടുതൽ പടർന്നു കയറാതിരിക്കാൻ, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കി വെച്ച കോട്ടകൾ പൊളിക്കാതിരിക്കാൻ ആ നറേറ്റീവുകൾ നിലനിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്റെ സംശയം RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല, RSS ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണ്, പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതാണ്. RSSനെ നമ്മൾ എല്ലാവരും ദിനവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ശാഖകളാകട്ടെ, അവരുടെ മറ്റു പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങളാകട്ടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളാകട്ടെ, ഇതെല്ലാം നമ്മളെല്ലാവരും പൊതുസമൂഹത്തിന്റെ ഒത്ത മധ്യത്തിലാണ് ഇത് നടക്കുന്നത്. എന്നിട്ടും ഇവർ എന്തുകൊണ്ടാണ് RSSന് ഇത്തരത്തിലൊരു അയിത്തം കൽപ്പിക്കുന്നത്? RSS സതീശൻ പറയുന്നത്, അതായത് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഒരു വർഗീയ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ്. RSS എന്ത് വർഗീയതയാണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകും. അത് പറയാനുള്ള യോഗ്യത VD സതീശൻ ഒട്ടുമില്ല. കേരളത്തിൽ 1 മാസത്തിന് മുമ്പ് നമ്മൾ കണ്ടതാണ് വർഗീയത എന്താണെന്നും ആരാണ് വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന നേതാവിനെ മാത്രമേ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെയുള്ളവർ ഇവിടെ നടത്തിയിട്ടുള്ള ബഹളം നമ്മൾ കണ്ടതാണ്. VD സതീശന് വേണ്ടി കേരളത്തിലെ തെരുവുകളിൽ ഇറങ്ങി മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഏത് സംഘടനയാണ് മുന്നോട്ട് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ കാണാത്ത വർഗീയത ഹിന്ദുത്വം പറയുന്നു എന്നതിന്റെ പേരിൽ ഹിന്ദു സാംസ്കാരിക ദേശീയതയെ കുറിച്ചാണ് RSS പറയുന്നത്. നിങ്ങൾ എത്ര ഉച്ചത്തിൽ അത് വർഗീയതയാണെന്ന് പറഞ്ഞാലും ഹിന്ദുത്വം എന്ന് പറയുന്ന സാംസ്കാരിക ദേശീയതയെ കുറിച്ച് പറയുമ്പോൾ അതിനെ വർഗീയത എന്ന് പറയാൻ ശ്രമിച്ചാലും VD സതീശൻ എത്ര ആവർത്തിക്കാൻ ശ്രമിച്ചാലും കാലം മാറുകയാണ്, ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്, കമ്മ്യൂണിക്കേഷന്റെ മാർഗങ്ങൾ കൂടുകയാണ്. പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു കവലയിൽ മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പറയുന്നത് കേൾക്കുന്ന ആൾക്കാരല്ല ഇന്ന് കേരളത്തിലുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലും ഈ ക്യാപ്സൂളുകൾ വിഴുങ്ങി ഇത്രയും കാലം ഏതെങ്കിലും CPM-കാരൻ നൽകുന്ന ക്യാപ്സൂളുകൾ വിഴുങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് DYFIക്കും CPM-നും DYFIക്കും SFIക്കും ഒക്കെ ആരാണ് നേതാക്കന്മാരായിട്ടുള്ളത്? ആരാണ് പ്രവർത്തകരുള്ളത്? DYFI എന്ന സംഘടനയ്ക്ക് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ പോലും എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു സമരരംഗത്തേക്ക് വരാനുണ്ട് എന്ന്. അവിടെ ഫലപ്രദമായി യുവമോർച്ചയിലേക്ക്, അതുപോലെ തന്നെ ABVP-യിലേക്ക് ഒക്കെ വരുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ എണ്ണം നമ്മളെ തന്നെ വിസ്മയിപ്പിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് 1-2 കുട്ടികളെ കോളേജുകളിലൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിരുന്നത്. ആ കാലഘട്ടം മാറി ഇന്നെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ പണ്ടുണ്ടാക്കിയ നറേറ്റീവുകളൊന്നും VD സതീശനോ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള നറേറ്റീവുകൾ ഉണ്ടാക്കിയാൽ അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരെ നിങ്ങൾ എത്രത്തോളം ശക്തിയായി എതിർക്കുന്നു, അത്രത്തോളം ശക്തിയായി, അത്രത്തോളം ആൾക്കാർ, അത്രത്തോളം
സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ BJP-യിലേക്കും RSS-ലേക്കും ഒക്കെ എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടാണ് സിനിമാ സംവിധായകനായ രാജസേനൻ ഇടയ്ക്ക് തനിക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമാണ് AKG സെന്ററിൽ പോയതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ കഴിയില്ല, ഒരാഴ്ച മാത്രമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ലേബലിൽ അറിയപ്പെട്ടിരുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിന്റെ പേരിൽ എങ്ങനെയോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എങ്ങനെയോ AKG സെന്ററിൽ ഒരു ആവശ്യത്തിന് പോയി തിരിച്ചിറങ്ങുമ്പോ അവിടെ ആൾക്കാരെ കൂട്ടുന്ന താൻ CPM-ൽ പോയി എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നെറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യാനും കേരളത്തിൽ രാഷ്ട്രീയം മുമ്പോട്ട് പോകാനും വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന, അതായത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ചില നെറേറ്റീവുകളാണ് എന്നുള്ളതാണ്. അത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്, പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ്, കൊറോണയുടെ കാലത്ത് നമ്മൾ കണ്ടതാണ്. RSS എന്ന് പറയുന്ന സാമൂഹ്യ സന്നദ്ധ സേവന സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൊറോണ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി, പ്രളയകാലത്ത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. അത് ഇനി ഈ ശാഖകൾ നടക്കുന്നു, ശാഖകൾ ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് നടക്കുന്നത്, എല്ലാവർക്കും വിസിബിളായ സ്ഥലത്താണ് നടക്കുന്നത്. നമ്മളെല്ലാം ചെറുപ്പം മുതൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോഴോ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴോ നമ്മൾ എപ്പോഴും ഈ ശാഖ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട്, സംഘസ്ഥാൻ കാണാറുണ്ട്. ഞാൻ ചോദിക്കുന്നത് അവിടെ നടക്കുന്നത് എന്തോ ഹിഡൻ അജണ്ടയാണ്. അവിടെ ആയുധം ഉപയോഗിച്ച് അവിടെ പലതരത്തിലുള്ള പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നവരാണ് ഈ CPM-കാർ. അതായത് പൊതുരംഗത്ത് നടക്കുന്നത്, അതായത് ആനയെ പട്ടിയാക്കുന്ന തന്നെ പറയേണ്ടിയിരിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നവരാണ് ഈ CPM-കാർ. ഇത് കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാരെ, ഈ പണ്ട് RSS-കാരെ BJP അനുഭാവികളെയൊക്കെ ചാണകം എന്ന് വിളിക്കുന്നെങ്കിലും ഇവരുടെ തലയിൽ ചേറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കണ്ട് വിശ്വസിക്കുകയും പറയുകയും പാടിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഇവരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അതായത് എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്, അതിന് കൂടി ഉത്തരം പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഈ RSS-നെ സംബന്ധിച്ച് പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്നു ഒക്കെ ശരിയാണ്. പക്ഷേ ഈ RSS-നെ കാണിച്ച് ആരെയോ ഭയപ്പെടുത്താൻ, പ്രത്യേകിച്ചും RSS-നോട് വിരോധവും വെറുപ്പും ഒക്കെ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കുത്തിവെച്ച്, കേരളത്തിലാണ് അത് ഏറ്റവും ശക്തം, കേരളത്തിന് പുറത്ത് അത് ഏതാണ്ട് പൊളിഞ്ഞ് പാളീസായി. ഇപ്പൊ നമ്മൾ UP എടുത്താലും ബംഗാളിൽ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നടന്ന ഒരു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിങ്ങിനെ കുറിച്ചുള്ള വിശകലനത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നു അവിടെ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ വോട്ട് ചെയ്തത് BJP-ക്കാണ്, സംഘപരിവാറിനെ പിന്തുണയ്ക്കുകയാണ് അവർ ചെയ്തത് എന്നാണ്, പ്രത്യേകിച്ചും മുസ്ലിം സമുദായം. കാരണം മമത നടത്തിയ, അവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അത് വെറും വോട്ടിന് വേണ്ടി ചെയ്യുന്ന ഗിമ്മിക്കുകളാണ് എന്ന് ആ സമൂഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവർ മമതയെ പുറംകാലിന് തൊഴിച്ചെറിഞ്ഞത്. എന്തായാലും ഇവിടെ കേരളത്തിൽ പക്ഷെ നേരെ തിരിച്ചാണ്. ഇവിടെ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താൻ ഒരു ടൂളായിട്ട് ഈ RSS വിരോധത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് കോൺഗ്രസും CPM-ഉം മത്സരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ശ്രീലയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് പാനിക്കായി ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമം ഇവർ നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ട്രിപ്പിൾ തലാഖ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പല സ്ത്രീകളും സ്വാഭാവികമായി എന്നോട് സംസാരിച്ചിട്ടുള്ള പല സ്ത്രീകളും നരേന്ദ്രമോദി ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന, യൂണിഫോം സിവിൽ കോഡ് വരണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്. അത് നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ്. അപ്പോ ഈ ക്രിസ്ത്യൻസിന് പണ്ടൊരു ഐക്യമില്ലായ്മ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് BJP-യോട് പൊരുത്തപ്പെടാനാകാത്ത ഒരു സാഹചര്യം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായി അതിൽ മാറ്റം വരുന്നുണ്ട്. വലിയ മാറ്റം വന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആ വലിയ മാറ്റം വരാത്തതിന് കാരണം കേരളത്തിലെ BJP-യുടെയും സംഘപരിവാറിന്റെയും ഒക്കെ നേതൃത്വമാണ് എന്ന് പറയേണ്ടി വരും ഒരു പക്ഷേ. കാരണം കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തതോടുകൂടി മാത്രമേ ഈ തെറ്റിദ്ധാരണയും ഈ പേടിയും ഭയവും ഒക്കെ ജനങ്ങൾക്ക് മാറുകയുള്ളൂ. അല്ലാതെ നമ്മൾ മാറുന്നെന്നുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തിയാൽ കഴിയില്ല. ഇപ്പൊ തന്നെ ഈ പരിപാടിയിൽ 2-3 സ്ഥലങ്ങളിലായി RSS-ന്റെ ഇത്തരം സമ്പർക്ക പരിപാടികളിൽ 500 പേരെ വെച്ച് പരിപാടിയിൽ പങ്കെടുപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരിപാടി ഓപ്പണായ പരിപാടിയായിരുന്നു താനും. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പരിപാടികൾ താലൂക്ക് തലങ്ങളിലും അതുപോലെ തന്നെ RSS-ന്റെ എല്ലാ തലങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തണം. അവിടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ ചേർത്ത് നിർത്താനും അവരെ വിളിച്ച് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനുമുള്ള ഒരു നീക്കം നടത്തണം.
അപ്പോ ഈ പറയപ്പെടുന്ന ആൾക്കാരിലൂടെ ഈ എന്തെങ്കിലും ഒരു ഭീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭീതി മാറും. പിന്നെ ഈ പറയപ്പെടുന്ന ഭീതി അല്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്നതല്ലാതെ വലിയ ഭീതി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 10-12 വർഷമായില്ലേ ബി.ജെ.പി ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട്. നേരത്തെ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ബി.ജെ.പി ഭരിച്ചാൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു, വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമെന്ന്. ഇതൊന്നും ഉണ്ടായില്ലല്ലോ. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും മോദി ന്യൂനപക്ഷങ്ങളെ പച്ചയ്ക്ക് തിന്നും എന്നാണ് കോൺഗ്രസും CPM-ഉം ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇവിടെ നമ്മളൊന്നും കണ്ടില്ല. അതാ പറഞ്ഞത്. കഴിഞ്ഞ 12 വർഷത്തെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യ കാലഘട്ടത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് വരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വിദേശത്ത് നിന്ന് ആരെങ്കിലും ഇവിടെ വന്നാൽ അവർക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങൾ അല്ലെ പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ട സുരക്ഷ കൊടുക്കുമ്പോൾ അവിടെ കെട്ടിമറയ്ക്കുന്നു, അത് ചെയ്യുന്നു, രാഷ്ട്രപതി വരുന്നു, ചടങ്ങുകളിൽ റോഡ് കെട്ടിമറക്കുന്നു, പാവങ്ങളെ മറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഇവരൊക്കെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ ഒന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല, രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക്, ഇപ്പൊ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണെങ്കിലും ഇപ്പോ കോൺഗ്രസിന് ഇപ്പൊ എവിടെയാണ് കയറി ചെല്ലാൻ കഴിയുന്ന അവസ്ഥയുള്ള 1, 2, 3 സംസ്ഥാനങ്ങളിലല്ലാതെ കേരളത്തിൽ ഒരു രാജ്യത്തെ ഭരണത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് തകർന്നടിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണ് അല്പമെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ ആശ്വാസമുള്ള വക നൽകുന്നത്. അത് ഈ പറയപ്പെടുന്ന വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് തന്നെയാണ് രണ്ട് ഭാഗത്തുനിന്നും. ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുമ്പോൾ മുസ്ലിം വർഗീയതയും ക്രിസ്ത്യൻ വർഗീയതയും ആളിക്കത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും ഭരണത്തിൽ നിൽക്കുന്നത്. ആ ഏകീകരണത്തിന്, ന്യൂനപക്ഷ ഏകീകരണം കൊണ്ടും ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷത്തോടുണ്ടായ എതിർപ്പ് കൊണ്ടും ഉണ്ടായ ഒരു വിജയം മാത്രമാണ് ഇപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവിടെ കസേരയിൽ കയറ്റിയിരുത്തിയ ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ ഒരു നന്ദി കാണിക്കണ്ടേ സതീശൻ? ഇല്ലെങ്കിൽ അവർ ഒരുമിച്ച് പിണങ്ങിയാൽ അടുത്ത തവണ MLA പോലും ആകാൻ കഴിയില്ല. കാരണം PC ജോർജിന് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. PC ജോർജ് BJP-യിലേക്ക് വന്നപ്പോ സംഭവിച്ചത് എന്താണെന്നും BJP-യോട് അടുത്തപ്പോൾ സംഭവിച്ചത് എന്താണെന്നും ഒക്കെ നമ്മൾക്ക് കണ്ടറിയുന്ന കാര്യമാണ്. അപ്പൊ PC ജോർജ് അത്രയും കാലം നിന്നിരുന്ന ഇക്കോസിസ്റ്റത്തിൽ നിന്ന് മാറിയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ ഒന്നടങ്കം PC ജോർജിനെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാനാണ് VD സതീശൻ ഈ ഗിമ്മിക്കൊക്കെ കാട്ടുന്നത്. അതുകൊണ്ട് ആ ഗിമ്മിക്കൊന്നും കാട്ടിയാൽ VD സതീശൻ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. BJP-യും RSS-ഉം ഒക്കെ ഫലപ്രദമായി കേരളത്തിൽ തീർച്ചയായിട്ടും ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഈ രണ്ട് മുന്നണികളുടെയും അവസ്ഥ പരിതാപകരമായിരിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഇത് കേരളമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്, നന്നായി ഉണ്ടാകുന്നുണ്ട്. അതിന് പറ്റിയ നേതൃത്വങ്ങൾ കൂടി ഉണ്ടാവണം എന്നുള്ളതാണ്. അത്തരം നേതൃത്വങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന, ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന, ഇപ്പൊ സുനിൽ ദിയോദറെ പോലെ ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന, ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന, ജനങ്ങളുമായി സംവേദിക്കാൻ കഴിയുന്ന, ഏതറ്റം വരെയും സംവേദിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം, അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി ഞാൻ പറയുന്നത് ഈ അക്കാഡമിക് വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യാനും കാര്യങ്ങളെ നന്നായി നോക്കിക്കാണാനും കഴിയുന്ന, വളരെ ഡിപ്ലോമാറ്റിക്കും ലോജിക്കലുമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു തലമുറ കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നേതൃത്വം കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ അവസ്ഥയൊക്കെ മാറും. ഈ RSS-ലേക്ക് പോകരുത് എന്ന് പറയുന്നത് തിരിച്ച് CPM-ലേക്കും ഒക്കെ, അതായത് അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന, മയക്കുമരുന്നിനെയും മറ്റുള്ള കാര്യങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, അരാജകത്വം, കേരളത്തിലെ ജനങ്ങളെ അരാജകവാദികളാക്കി മാറ്റുന്ന, കുട്ടികളെ അരാജകവാദികളാക്കി മാറ്റുന്ന അത്തരം ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകരുത്. പുരോഗമനത്തിന്റെ പേരിൽ പുരോഗമനമല്ല നടത്തുന്നത്, അരാജകത്വമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പുരോഗമനം എന്ന് പറഞ്ഞാൽ ഞാനും ഒക്കെ പുരോഗമിച്ച ആള് തന്നെയാണ്. പക്ഷെ അരാജകത്വം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അരാജകത്വമില്ല, പുരോഗമനമുണ്ട്. ഞാൻ അങ്ങനെയുള്ള പുരോഗമനങ്ങളാണ് വേണ്ടത്. മറിച്ച് ദേശസ്നേഹികളല്ലാത്ത, ദേശീയ ബോധമില്ലാത്ത, അരാജകവാദികളായ ഒരു കൂട്ടം മയക്കുമരുന്നിനടിമയായ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനാണ് ചിലരുടെ ശ്രമം. അതിന് RSS പോലുള്ള സംഘടനകൾ ശക്തമായ പ്രതിരോധം ഉയർത്തും. തീർച്ചയായും അത്തരം പ്രതിരോധങ്ങളാണ് നമുക്ക് വേണ്ടത്. കേരളത്തിലെ വരും കാലഘട്ടങ്ങളിൽ വരുന്ന അടുത്ത തലമുറയിൽ, അതായത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ തലമുറകൾ, ആ തലമുറകളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. യുവജനങ്ങളാണ് വരുന്ന തലമുറകളാണ്. അപ്പോൾ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന, മുമ്പോട്ട് പോകുന്തോറും ഓരോ കാലഘട്ടത്തിലും ഭാവി നിർണ്ണയിക്കുന്നവരാണ്. സത്യത്തിൽ അത്തരത്തിലുള്ള യുവതലമുറയെ മയക്കുമരുന്നിനും കള്ളിനും കഞ്ചാവിനും അടിമയാക്കി, അതുപോലെ പല രീതിയിലും അരാജകത്വം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, സ്ത്രീകളെ പ്രത്യേകിച്ച് അരാജകവാദികളാക്കി മാറ്റിക്കൊണ്ട്, കുടുംബ വ്യവസ്ഥയെ തകർത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് വരുന്ന ഒരു വിഭാഗം ആണ് CPM-ഉം കോൺഗ്രസും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന് അത്രയും അരാജകത്വമില്ല, പക്ഷെ CPM ആണ് ഏറ്റവും കൂടുതൽ അരാജകത്വം ഉണ്ടാക്കുന്നത്. അത്തരം സംഘടനകളെ, പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ അരാജകവാദികളെ സൃഷ്ടിക്കുന്ന, അതായത് ദേശീയ ബോധമില്ലാത്തവരെ ഉണ്ടാക്കുന്ന, അരാജകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളെ ശക്തിയുക്തം എതിർക്കുക തന്നെ വേണം. അങ്ങനെ എതിർക്കാനുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിച്ചു കൊണ്ടുവന്നാൽ കേരളത്തിലും വലിയ മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ കാണുന്നതല്ലേ, ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഈ ഡൽഹിയിലൊക്കെ സാധാരണഗതിയിൽ നമ്മൾ മുതിർന്നവരെ കണ്ടാൽ ഉടൻ അവിടുത്തെ എല്ലാ വിഭാഗക്കാരും കാലിൽ തൊട്ട് തൊഴും.
നേരെ മറിച്ച് കേരളത്തിൽ സ്വന്തം അധ്യാപകരെ പോലും കാലം തൊട്ട് തൊഴുതാൽ അവിടെ വലിയ പ്രശ്നമാണ്. അതായത് മുതിർന്നവരെ ബഹുമാനിക്കുന്നത് പോലും വലിയ പാപമാണെന്നാണ് പറയുന്നത്. അതെ, വലിയ പാപമായി കരുതുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഈ അരാജകവാദികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് CPM-ന്റെ നയം, അല്ലെങ്കിൽ തീവ്രവാദികളെ ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ തീവ്രമായ മതബോധം കുത്തിവെക്കുന്നത് കേരളത്തിൽ സത്യത്തിൽ വർഗീയത പരത്തുന്ന RSS ഒന്നുമല്ല. കേരളത്തിൽ വർഗീയത ഉണ്ടാക്കുന്ന ഈ CPM-ഉം കോൺഗ്രസ്സുകാരും ചേർന്നാണ്. അവരുടെ പ്രീണനമാണ് വർഗീയതയ്ക്ക് അക്കം കൂട്ടുന്നതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് കാണുന്നവർ ഒരുപക്ഷെ ഞാനൊന്നും ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങളും പറയാതിരുന്ന ചില ആൾക്കാരാണ്. കാരണം സമൂഹത്തിൽ നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ പലപ്പോഴും നമ്മളെ പോലും പറയാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഈ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. വല്ലാത്ത പ്രീണനം കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നവരും മിണ്ടിപ്പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്നാണ് ഏറ്റവും വലിയ തുടക്കം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യം പ്രശാന്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം സംഭവിക്കുന്നത് നിശബ്ദ വിപ്ലവങ്ങളാണ്. നിശബ്ദ വിപ്ലവങ്ങൾക്ക് ശേഷമാണ് വലിയ വിപ്ലവങ്ങൾ, തുറന്ന വിപ്ലവങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത് ഒരു നിശബ്ദ വിപ്ലവമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ മനം മാറ്റത്തിന് ഉതകുന്ന നിശബ്ദ വിപ്ലവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ നിശബ്ദ വിപ്ലവങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് VD സതീശന്റെയും ഇത്തരത്തിലുള്ള ആൾക്കാരുടെയും പ്രസ്താവനകൾ എന്നേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ചത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നമുക്ക് നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.